പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അയോണിക് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് കാണിച്ചു. എങ്ങനെയാണ്? അയോണിക് ബോണ്ട് is actually formed by complete transference of electron between the combining atoms. അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് factors affecting the formation of ionic bonds. Factors affecting the formation of a ionic bonds. അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ പറയും. കുഞ്ഞോളെ 3 ഫാക്ടേഴ്സ് ആണ് അയോണിക് ബോണ്ടിന്റെ ഫോർമേഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഒരു കാറ്റയോൺ ഫോം ചെയ്യണം, ഒരു ആനിയോൺ ഫോം ചെയ്യണം. കേൾക്കണേ, ഒരു കാറ്റയോൺ ഫോം ചെയ്യണം, ഒരു ആനിയോൺ ഫോം ചെയ്യണം, എന്നിട്ട് അവർ കമ്പൈൻ ചെയ്യണം. ഈ 3 പ്രോസസ്സുകൾ നടക്കണം. ഒന്ന്, ദി ഫോർമേഷൻ ഓഫ് കാറ്റയോൺ, ദാറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. 2, ദി ഫോർമേഷൻ ഓഫ് ആനിയോൺ, ദാറ്റ് മീൻസ് ദി ഫോർമേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. Last, the formation of ionic compound, that means the combination of anion and cation. ഈ 3 പരിപാടി നടക്കണം എങ്കിലേ അയോണിക് ബോണ്ട് ഉണ്ടായി നമ്മൾ പറയും. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാറ്റയോൺ ഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എ എന്ന ആറ്റം എ പ്ലസ് ആയിട്ട് മാറണം. കേൾക്കണേ, എ എന്ന ആറ്റം എ പ്ലസ് ആയിട്ട് മാറണം എങ്കിലേ അവിടെ ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, എ എന്നുള്ള ആറ്റം എ പ്ലസ് ആയിട്ട് മാറണോന്ന്, കാറ്റയോൺ ആയിട്ട് മാറണോന്ന്. എങ്ങനെ മാറും? സപ്പോസ് ഇതാണ് എ എന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ഇത് അവസാനത്തെ ഷെല്ല്. ആ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ മാത്രമേ എ പ്ലസ് ആയിട്ട് മാറുള്ളൂ. ശരിയല്ലേ? ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോഴാണ് എന്താ മക്കൾ എന്ത് സംഭവിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോൺ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഞാൻ എന്താക്കി എന്ന് പറഞ്ഞാൽ എ എന്ന ആറ്റത്തിന്റെ അടുത്ത് പോയിട്ട് ഈ ഇലക്ട്രോണിനെ നുള്ളിയെടുക്കാൻ വേണ്ടി നോക്കി. നടക്കൂല, ഈസി ഒന്നും അല്ല. എന്തേ, പിടിക്കാൻ കിട്ടാത്തോണ്ടാ? അതല്ല, പിന്നെന്താ അറിയാവോ, ഇലക്ട്രോൺ ചെറുതല്ലേ, കുഞ്ഞല്ലേ, അതിനെ വളരെ പെട്ടെന്ന് അവിടുന്ന് ഇളക്കിയെടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചാലൊന്നും നടക്കൂല. കാരണം ഈ ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജിന്റെ ന്യൂക്ലിയസ് നല്ല രീതിയിൽ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ ഇങ്ങോട്ടുള്ള പിടിച്ചുവലിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടൊരു പിടിച്ചുവലി നടത്തിയാലേ ആ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. മനസ്സിലായ? എന്താണ്? ഇലക്ട്രോൺ ഇവിടുന്ന് നീക്കം ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എനർജി ചെലവഴിക്കണമെന്ന്, എനർജി വിനിയോഗിക്കണം, ഊർജം വിനിയോഗിക്കണം. എങ്കിലേ ഇലക്ട്രോൺ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്ര എനർജി വേണമോ അതിന് പറഞ്ഞ പേരാണ് അയോണൈസേഷൻ എനർജി. അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി. സോ ദി ഫസ്റ്റ് ഫാക്ടർ ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എനർജി എന്നർത്ഥം കേട്ടോ. അതൊരു തെർമോഡൈനാമിക് ടേം ആണ്. നമ്മൾ തെർമോഡൈനാമിക് എന്നുള്ള പാഠം പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അയോണൈസേഷൻ എൻതാൽപ്പി. അതെങ്ങനെയാ? ഒന്നാമത്തെ ഫാക്ടറായിട്ട് ഇത് വന്നു. അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാണ് അയോണിക് ബോണ്ട് ഫോർമേഷനെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പറയാൻ പോവാണ്. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ എനർജി. ഞാൻ ചോദിക്കട്ടെ,
അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഒരു കാറ്റയോൺ ഉണ്ടാവണം. ആ കാറ്റയോൺ ഉണ്ടാകുന്ന പ്രോസസ് ഈസി ആണെങ്കിൽ എ പ്ലസ് ആയിട്ട് പെട്ടെന്ന് മാറും. കേൾക്കണേ, കാറ്റയോൺ ഉണ്ടാകുന്ന പ്രോസസ് ഈസി ആവുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എ പ്ലസ് ആയിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അയോണിക് ബോണ്ട് നടക്കും. കാറ്റയോൺ ഓൾറെഡി പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് പോയിട്ട് കമ്പൈൻ ചെയ്താൽ പോരേന്ന്. അതായത് അയോണിക് ബോണ്ട് പെട്ടെന്ന് ഫോം ചെയ്യണമെങ്കിൽ കാറ്റയോൺ പെട്ടെന്ന് ഫോം ചെയ്യണം. കാറ്റയോൺ പെട്ടെന്ന് ഫോം ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വരണം. കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ, കുറച്ച് എനർജി എന്താ പറയുക സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരണം. അല്ലാതെ ഒരുപാട് എനർജി എന്താ പറയുക സപ്ലൈ ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോരുന്നുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം എന്താ, എ എന്നുള്ള ആറ്റം പെട്ടെന്ന് എ പ്ലസ് ആയിട്ട് മാറുന്നില്ല. അവിടെ കാറ്റയോണിന്റെ ഫോർമേഷൻ പെട്ടെന്ന് നടക്കുന്നില്ല എങ്കിൽ അവിടെ പെട്ടെന്ന് അയോണിക് ബോണ്ട് ഫോർമേഷൻ നടക്കൂല. അപ്പൊ ഇനി നിങ്ങൾ പറ, എങ്ങനെയാണ് അയോണൈസേഷൻ എൻതാൽപ്പി അയോണിക് ബോണ്ട് ഫോർമേഷനെ സഹായിക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി ചെറുതാണോ എങ്കിൽ അയോണിക് ബോണ്ടിന്റെ ഫോർമേഷൻ ഈസിയാണ്. ഓക്കെ, എന്നാണ് അയോണൈസേഷൻ എൻതാൽപ്പി ചെറുതാണോ എങ്കിൽ അവിടെ വളരെ പെട്ടെന്ന് കാറ്റയോൺ ഫോം ചെയ്യും, എങ്കിൽ അവിടെ വളരെ പെട്ടെന്ന് അയോണിക് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ അയോണൈസേഷൻ എനർജി എന്താണെന്ന് എഴുതുന്നില്ല, എന്താണെന്ന് പറയുന്ന മാത്രം. അത് നമ്മൾ എന്താണെന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പിൽ പാടുണ്ട്, അത് നമ്മൾ പഠിക്കും കേട്ടല്ലോ. നമ്മളത് പറയാതെയാണ് ഇതിലേക്ക് വന്നത്. സോ അയോണൈസേഷൻ എന്താൽപ്പി എന്ന് നിങ്ങൾ എന്നെ പറയുമ്പോൾ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവല്ലോ. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഓക്കെ, ഇനി അതെങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ലോവർ ദി അയോണൈസേഷൻ എന്താൽപ്പി, lower the ionization enthalpy, greater the chance of formation of cation. Ionization enthalpy ചെറുതാണെങ്കിൽ കാറ്റയോൺ ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. and thereby the greater the chance of formation of ionic bonds. പല പ്രാവശ്യം പറഞ്ഞു, മനസ്സിലായില്ല എങ്കിൽ പറയാം കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തത് അപ്പൊ ഇത് ക്ലിയർ ആയി. എന്താണ് ലോവർ ദി അയോണൈസേഷൻ എന്താൽപ്പി? കേൾക്കണം, ലോവർ ദി അയോണൈസേഷൻ എന്താൽപ്പി മീനിങ് എന്താ? ഗ്രേറ്റർ ദി ചാൻസ് ഓഫ്, ഐ മീൻ ഈസിയർ ദി ഫോർമേഷൻ ഓഫ് വാട്ട്? ഈസിയർ ദി ഫോർമേഷൻ ഓഫ് കാറ്റയോൺ. കാറ്റയോണിനെ പെട്ടെന്ന് ഫോം ചെയ്താൽ greater the chance of formation of ionic bond. ഓക്കെ, അപ്പോ അത് മനസ്സിലായി. ഒന്നാമത്തെ ഫാക്ടർ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്തത് രണ്ടാമത്തത്. അങ്ങനെ കാറ്റയോൺ ഉണ്ടായിട്ട് റെഡി ആയിട്ട് വന്നു. കാറ്റയോൺ മാത്രം ഉണ്ടായില്ല, ആനിയോൺ ഉണ്ടാവോ? ഒരാനിയോൺ വേണം, നെഗറ്റീവ് ചാർജ് അയോൺ ഫോം ചെയ്യണം. എന്തായി? എ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എ കൺവേർട്ടഡ് ടു എ പ്ലസ് വളരെ പെട്ടെന്ന് ഫോം ചെയ്തു. ഇനി വേറൊരു ആറ്റം ബി, അത് ബി മൈനസ് ആയിട്ട് മാറണം. ബി മൈനസ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ഇതാണ് ബി എന്നുള്ള ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കാം. ഇതാണ് അതിന്റെ അവസാനത്തെ ഷെൽ എന്ന് വിചാരിക്കാം. അത് ഓൾറെഡി ഇലക്ട്രോൺ ഉണ്ട്, 1-2 ഇലക്ട്രോൺ ഉണ്ട് വിചാരിക്കും. അത് മൈനസ് ആവണമെങ്കിൽ എന്ത് വേണം? ഒരു ഇലക്ട്രോൺ അധികമായിട്ട് വരണം. ഒരു ഇലക്ട്രോൺ അധികമായിട്ട് അതിന്റെ ഷെല്ലിലേക്ക്, അവസാനത്തെ ഷെല്ലിലേക്ക് എത്തിച്ചേരണം. ഓക്കെ, ബി എന്ന ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യപ്പെടണം എങ്കിൽ ബി മൈനസ് ആയിട്ട് മാറും. ഇതവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ ആറ്റത്തിന് എനർജി കൊടുക്കണം. ആ കൊടുക്കുന്ന എനർജി അയോണൈസേഷൻ എന്തായാലും. അതേസമയം ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ കേൾക്കണം, ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ വാങ്ങണമെങ്കിൽ ആറ്റത്തിന് എനർജി കൊടുക്കണം. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് എനർജി കൊടുക്കണം. അതേസമയം ആറ്റത്തിൽ ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ ആറ്റം നമുക്ക് എനർജി പുറത്തോട്ട് തരും. അതായത് ആറ്റം എനർജി റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേരാണ്
ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ്. ഇലക്ട്രോൺ അഫിനിറ്റി ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ അതിന് പറയുന്നത് വേറൊരു പേരാണ് ഇലക്ട്രോൺ. ആ പേര് പോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇത് ക്ലിയർ ആയോ? ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ എനർജി കൊടുക്കണം. ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ എനർജി കിട്ടും. ഓക്കെ ക്ലിയർ ആയോ? അപ്പോ ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒരുപാട് കൂടുതലാണ്. ഒരാറ്റത്തിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒരുപാട് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അയാൾ ഒരുപാട് എനർജി നമുക്ക് തരുന്നു സന്തോഷപൂർവം. ഒരുപാട് ഇങ്ങോട്ട് തരുന്നതിന്റെ അർത്ഥം എന്താ? നമുക്ക് സന്തോഷത്തിന് കുറേ എനർജി കിട്ടുന്നുണ്ട്. ഞാൻ ഒരാറ്റത്തിന് 1 ഇലക്ട്രോൺ കൊടുത്തപ്പോ അയാൾ നല്ലോണം എനർജി ഇങ്ങോട്ട് തന്നു. അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതായത് അയാൾക്ക് ഇലക്ട്രോൺ നേടിയിട്ട് ആനിയോൺ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി, പ്രവണത കൂടുതലാണ്. മനസ്സിലായോ? അതായത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലാണ് എങ്കിൽ ആനിയോൺ ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ഈസിയാണ്. ആനിയോൺ പെട്ടെന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അയോണിക് ബോണ്ട് പെട്ടെന്ന് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ അയണൈസേഷൻ എന്താൽപ്പി കുറവായിരിക്കണം, അതേസമയം ഇലക്ട്രോൺ ഗെയിൻ എന്തായിരിക്കണം? അത് കൂടുതലായിരിക്കണം. ഓക്കെ, ഗ്രേറ്റർ എന്നാണ് greater the electron gain enthalpy, greater the electron gain enthalpy എന്താ അർത്ഥമാക്കുന്നത്? greater the electron gain enthalpy, which means easier the formation of anion, which means anion പെട്ടെന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, അയോണിക് ബോണ്ട് വളരെ പെട്ടെന്ന് ഫോം ചെയ്യും. ഗ്രേറ്റർ ദി ചാൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് ionic bonds. Okay, അപ്പൊ രണ്ട് ഫാക്ടർ ഏതാണ് എന്നും ആ രണ്ട് ഫാക്ടർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നും കുഞ്ഞോക്ക് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത്, കാറ്റയോണും ഫോം ചെയ്തു, ആനയോണും ഫോം ചെയ്തു. കാറ്റയോണും ഫോം ചെയ്തു, ആനയോണും ഫോം ചെയ്തു. ഇനെന്താക്കണം? അതായത് എ എന്നുള്ളത് എന്തായിട്ട് മാറി? എ എന്നുള്ളത് A+ ആയിട്ട് മാറി, B എന്നുള്ളത് B- ആയിട്ട് മാറി. ഇനി A+ ഉം B- കമ്പൈൻ ചെയ്യണം. എന്നിട്ട് എന്തായിട്ട് മാറണം? A+, B-, പ്ലസും മൈനസും ചേർന്നിട്ട് ന്യൂട്രലൈസ് ചെയ്ത് AB എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവണം. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയെങ്കിലും ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയാ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാവുന്നു. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും നോക്കണം. ഈ കോമ്പൗണ്ടിന് ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്, അത് എന്ത് കോമ്പൗണ്ട് ആയിക്കോട്ടെ, അയോണിക് തന്നെയാണെന്നുള്ള എല്ലാ കോമ്പൗണ്ടും, ഏത് കോമ്പൗണ്ടും ആ കോമ്പൗണ്ടിന് അത് കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് ആറ്റങ്ങൾ ഉണ്ടല്ലോ, എലമെന്റുകൾ, അതിനേക്കാൾ എനർജി കുറവാണെങ്കിൽ ഇത് ഫോം ചെയ്യുള്ളൂ. ഇതിനേക്കാളും എനർജി കുറവായിരിക്കണം ഇതിന്. എനർജി കുറയുന്തോറും സ്റ്റെബിലിറ്റി കൂടും. അതെപ്പോഴും ഓർമ്മിക്കുക, എനർജി കുറയുന്തോറും സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഇതിനേക്കാളും സ്റ്റെബിലിറ്റി കൂടിയ ഒരാൾ പുതുതായിട്ട് ഉണ്ടാകുമെങ്കിൽ മാത്രമേ ആ രണ്ടെണ്ണം പരസ്പരം കമ്പൈൻ ചെയ്യത്തുള്ളൂ. ഇവിടെയും അങ്ങനെ ഈ രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരാൾ ഉണ്ടാകുന്നു എങ്കിൽ ആ പുതിയൊരാൾക്ക് ഇതിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലാണോ എനർജി കുറവാണോ എങ്കിലേ അവരെ പരസ്പരം കമ്പൈൻ ചെയ്യത്തുള്ളൂ. അതേപോലെ A+ ഉം B- കമ്പൈൻ ചെയ്തിട്ട് AB ആവണമെങ്കിൽ A+നേക്കാളും B- എനർജി കുറവായിരിക്കണം, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കണം.
ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ എന്താ ഫോം ചെയ്തത്? എന്താ ഫോം ചെയ്യുന്നത്? എ പ്ലസും ബി മൈനസും കമ്പൈൻ ചെയ്തിട്ടുള്ള അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് അയോണിക് കോമ്പൗണ്ട് കേട്ടോ. അയോണിക് ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് അയോണിക് കോമ്പൗണ്ട്. സോ എ ബി എന്നുള്ള അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ അയോണിക് കോമ്പൗണ്ടിന് ഇതിനേക്കാൾ എനർജി കുറവായിരിക്കണം. എനർജി കുറയണമെങ്കിൽ എന്ത് വേണം? ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എനർജി റിലീസ് ആവണം. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എനർജി റിലീസ് ആവണം, പുറത്തേക്ക് വിടണം, എങ്കിലാണ് എനർജി കുറയാം. അല്ലേ? ഇങ്ങനെ അയോണുകൾ കമ്പൈൻ ചെയ്ത് അയോണിക് ബോണ്ട് ഉണ്ടാകുമ്പോൾ, ശ്രദ്ധിക്കേ, അയോണുകൾ കമ്പൈൻ ചെയ്തിട്ട് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ, അതായത് Na+ഉം Cl- മൈനസും കമ്പൈൻ ചെയ്ത് NaCl ഉണ്ടാകുമ്പോൾ അവിടെ എനർജി റിലീസ് ആവും. Ca2+ഉം 2F- കമ്പൈൻ ചെയ്തിട്ട് CaF2 ഉണ്ടാകുന്ന സമയത്ത് എനർജി റിലീസ് ആവും. അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ആ എനർജിയുടെ പറഞ്ഞ പേരാണ്, ലോസ് ചെയ്യുന്ന ആ എനർജിയുടെ പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താണ്? ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി. അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ, അതായത് അയോണുകൾ കമ്പൈൻ ചെയ്തിട്ട് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ പറഞ്ഞ പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിൽ പറയാം, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി. ശരിക്കും ഡെഫിനിഷൻ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാണ്, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when an ionic compound is formed from its constituent ions. It is the amount of energy released when an ionic compound is formed from its constituent ions. ഘടക അയോണുകൾ കമ്പൈൻ ചെയ്ത് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി. ഫോർ എക്സാമ്പിൾ, അതിൽ 1000 ജൂൾ എനർജി റിലീസ് ചെയ്തെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾ ആ 1000 ജൂൾ എനർജി ഇതിന് കൊടുത്താൽ, NaCl ഈ 1000 ജൂൾ എനർജി കൊടുത്താൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പവർ ഇങ്ങനെയായിട്ട് മാറും. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പിക്ക് വേറെ ഡെഫിനിഷൻ പറയാം. എന്താണ്? It is the amount of energy required to separate the ions of an ionic compound. ഒരു അയോണിക് കോമ്പൗണ്ടിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അയോണുകളെ സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണത്. രണ്ടൊന്നും തന്നെ. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ എനർജി. സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം, കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തരും. ഓക്കെ. സപ്പോസ് ഇങ്ങനെ ഈ ലാറ്റിസ് എൻതാൽപ്പി ഒരുപാട് കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് ഈ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി റിലീസായി. അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കമ്പൈൻ ചെയ്യുന്നത്. കാരണം കമ്പൈൻ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി ലോസ് ആകും. അതുകൊണ്ട് തന്നെ നല്ലോണം എനർജി സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ. അല്ലെങ്കിലോ ഒരുപാട് എനർജി കൊടുത്താലേ അവർ പരസ്പരം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അവർ ഓൾറെഡി ഭയങ്കര ബന്ധത്തിലാ ഉള്ളത്, അവരെ അങ്ങനെയൊന്നും പിരിക്കാൻ പറ്റൂല. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന അയോണിക് കോമ്പൗണ്ടിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഫാക്ടർ എന്താണ്? മൂന്നാമത്തെ ഫാക്ടർ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാണോ എങ്കിൽ അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ ഈസി ആണ്. കാരണം ആ അയോണിക് കോമ്പൗണ്ട് ഉണ്ടായാൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ഫാക്ടർ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി. മൂന്ന് ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ. എന്താണ് ഇവിടെ ഇരുന്നു? എന്താണ്? ഗ്രേറ്റർ ദി lattice enthalpy, greater the stability of ionic compounds. Okay. അങ്ങനെയാണെങ്കിൽ എന്താണ്? greater the chance of formation. Okay. greater the chance of formation. Okay. So these are the three important factors which are affecting the formation of ionic bond. Ionization enthalpy കുറവായിരിക്കുക, ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കുക, ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കുക. രണ്ടെണ്ണം കൂടുതൽ, ഒന്ന് കുറവായിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ആ 8 ഇലക്ട്രോൺ കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഏതാണെന്ന് അറിയണ്ടേ? അത് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ.